ഹലോ പ്രിയപ്പെട്ട വരന്മാരെ വരത്തികളെ, നമ്മളിന്നൊരു വ്യത്യസ്ത ചിത്രമാണ് ചെയ്യുന്നത്. ഒരു ബ്ലൂ വെയിലിനെയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്കെച്ച് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അറിയാമല്ലോ, മറക്കണ്ട, ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക. സ്കെച്ച് ചെയ്യുന്നത് കാണാം. കുറച്ചൊന്ന് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് സ്കെച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായാൽ മതിയല്ലോ. അതുകൊണ്ട് തന്നെ ഈ ബ്ലൂ വെയിലിനെ സെൻറ്ററിലാണ് വരച്ചിരിക്കുന്നത്. ഇതിൻ്റെ ചുറ്റും ഇനി നമ്മൾ വെള്ളത്തിൻ്റെ പോലെയും ചെറിയ മീനുകളെയും എല്ലാം ചേർക്കുന്നു. ബ്ലൂ വെയിലിൻ്റെ പകുതി ഭാഗം ലൈറ്റ് കളറും പകുതി ഭാഗം ഡാർക്ക് കളറുമായാണ് ചെയ്യുന്നത്. ചെറിയൊരു കണ്ണ് അടച്ചിരിക്കുന്നത് വരയ്ക്കുന്നു. അതായത് ഹൈപ്പർ റിയലിസ്റ്റിക് ചിത്രമൊന്നുമല്ല, വളരെ സിമ്പിളായി ചെയ്യാൻ കഴിയുന്നതാണ്. ഇവിടെ പ്രഷ്യൻ ബ്ലൂ കൊണ്ട് തുടങ്ങി അല്പം ഗ്രീൻ ഒരു മിക്സ് ആയിട്ടുണ്ട്. അപ്പം അൾട്രാമറൈൻ എല്ലാം മിക്സ് ചെയ്തു. നിങ്ങൾക്ക് ഒരു ഒറ്റ നിറം കൊണ്ട് വേണമെങ്കിൽ ചെയ്യാം. കുറച്ചൊന്ന് ഡാർക്കാക്കാൻ വേണ്ടിയാണ് അങ്ങനെയെല്ലാം ചെയ്യുന്നത്. അടുത്ത ഒരു കളർ കൂടി മിക്സ് ചെയ്യുന്നു. വെറും അൾട്രാമറൈൻ ബ്ലൂ മാത്രം അവിടെ മിക്സ് ചെയ്ത് വയ്ക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഏതെല്ലാം കളർ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. മുകൾ ഭാഗത്ത് അൾട്രാമറൈനാണ് തുടങ്ങുന്നത്. എഡ്ജുകളെല്ലാം ശ്രദ്ധിച്ച് ചെയ്യുന്നു. കുറച്ച് അടയാളങ്ങളായാലും പ്രശ്നമൊന്നുമില്ല ഈ ചിത്രത്തിൽ. അതിലല്പം ആ ഗ്രീനും ബ്ലൂവും മിക്സ് ചെയ്ത നിറം ഉപയോഗിക്കുന്നു. അക്വ ഗ്രീൻ പോലെയുള്ള നിറം ഉപയോഗിക്കുന്നു. വാലിൻ്റെ ഭാഗത്ത് അക്വ ഗ്രീനാണ് ഉപയോഗിക്കുന്നത്. പിന്നീട് അതിനെ ലൈറ്റാക്കി ഉപയോഗിക്കുന്നു. അതായത് മുഴുവൻ വാലിൻ്റെ ഭാഗവും പെയിൻറ്റ് ചെയ്യുന്നത് കുറച്ച് ലൈറ്റ് ബ്ലൂവും ബാക്കി ഡാർക്കായും ചെയ്യുന്നു. ബ്രഷ് കൺട്രോൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് കൂടുതൽ പറയാത്തത്. ഇതുവരെ നിങ്ങൾ ചെയ്തതെല്ലാം നന്നായിരുന്നു. താഴേക്ക് എത്തുമ്പോൾ കൂടുതൽ ഡാർക്ക് നിറങ്ങൾ ചേർക്കുന്നു. താഴെ വെള്ളം ഉപയോഗിച്ച് അതിനെ ഒന്ന് ലൈറ്റാക്കി എടുക്കുന്നു. അതായത് മുകൾ ഭാഗത്താണ് ഡാർക്ക് നിറം ചേർക്കുന്നത് കൂടുതൽ. താഴെ അക്വ ബ്ലൂ എന്ന അല്ലെങ്കിൽ അക്വ ഗ്രീൻ എന്ന ആ നിറമാണ് ഉപയോഗിക്കുന്നത്. ചിറകിനെ വിട്ടാണ് ചെയ്യുന്നത്. ചിറകിൻ്റെ ഭാഗം മുകൾ ഭാഗത്ത് കുറച്ചുകൂടി വെള്ളമെല്ലാം ഇട്ടിച്ച് ഒന്ന് പരുക്കനാക്കുന്നു. അങ്ങനെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൂ ചെയ്യാം. തലയുടെ ഭാഗത്തേക്ക് കൂടുതൽ ലൈറ്റ് നിറങ്ങളാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വെള്ളം ചേർക്കുന്നു. പിന്നെ മുകൾ ഭാഗത്ത് ഷാർപ്പായി ഒരു ഡാർക്ക് ലൈൻ വരയ്ക്കുന്നു. അത് എഡ്ജ് ഭാഗമാണ്. കുറച്ചുകൂടി ഗ്രീൻ ചേർത്ത് ബ്ലൂ മിക്സ് ചെയ്ത് ഡാർക്കാക്കി വക്ക് ഭാഗമാണ് വരച്ചത്. കുറച്ചൊന്ന് പരത്തിയെടുക്കുന്നു. കുറച്ചൊന്ന് പരത്തുന്നു. താഴേക്ക് കൊണ്ടുവരുന്നു. വക്ക് ഭാഗം ഷാർപ്പായി ചെയ്യുന്നു. അവിടെ കണ്ടോ, കുറച്ച് ലൈറ്റ് ഭാഗം ഞാൻ ആദ്യം ചെയ്തിരുന്നു. പിന്നെ അതിനെ ഡാർക്കാക്കി എടുക്കുകയാണ് ചെയ്തത്. ചിറകിൻ്റെ ഭാഗം കൂടുതൽ അൾട്രാമറൈൻ ബ്ലൂ ഉപയോഗിച്ച് ഡാർക്കായാണ് ചെയ്യുന്നത്. എഡ്ജ് ഷാർപ്പായി ചെയ്യാൻ ശ്രമിക്കുക. താഴ്ഭാഗം കുറച്ചൊന്ന് പിക്ക് ചെയ്തെടുക്കുന്നു. താഴ്ഭാഗം കുറച്ച് ലൈറ്റ് വേണമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. ഇപ്പോൾ പെയിൻറ്റ് ചെയ്ത് വന്നപ്പോൾ അത് കുറച്ച് ഡാർക്കായി പോയപ്പോൾ അവിടെ പിക്ക് ചെയ്യുകയാണ് ചെയ്തത്. ഇത് നല്ല പേപ്പർ ആയതുകൊണ്ട് തന്നെ പിക്ക് ചെയ്യാൻ കഴിയും. നല്ല പേപ്പർ അല്ലെങ്കിൽ പലപ്പോഴും അത് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ശ്രദ്ധിച്ച് ചെയ്യാൻ ശ്രമിക്കുക. തലയുടെ താഴ്ഭാഗം, അതായത് താടിയുടെ ഭാഗം ചെയ്യുമ്പോൾ കുറച്ചൊരു ലെമൺ യെല്ലോ ചേർക്കുന്നുണ്ട്. മുകളിലുള്ള നിറം അതിലേക്ക് പരന്നു വരുന്നുണ്ട്. അതൊന്നും സാരമില്ല. നമ്മൾ അത്രയും പെർഫെക്റ്റായി ഒന്നുമല്ല ചെയ്യുന്നത്. കുറച്ച് അങ്ങോട്ട് പരന്നു പോയാലും പേടിക്കേണ്ടതില്ല. തുടക്കമല്ലേ, നമുക്ക് പതുക്കെ അതിനെയെല്ലാം കൺട്രോൾ ചെയ്തെടുക്കാം. കുറച്ചൊന്ന് പിക്ക് ചെയ്ത് ലൈറ്റാക്കുന്ന ഭാഗം, അതായത് അധികം പേപ്പർ വൈറ്റ് വരുന്ന രീതിയിലാണ് കുറച്ച് ലെമണെല്ലോ ചേർത്തിട്ടുണ്ടായിരുന്ന ആ ഭാഗത്ത്. ഇപ്പോൾ കൊണ്ട് താഴ്ഭാഗം കുറച്ച് കൂടുതൽ ലൈറ്റായും മുകൾ ഭാഗം ഡാർക്കായും അധികം ബ്ലൂ നിറങ്ങളുമാണ് ചേർത്തിരിക്കുന്നത്. ഇനി പുറകുവശത്തുള്ള ആ ഒരു ചിറകിൻ്റെ ചെറിയൊരു ഭാഗം ചേർക്കുന്നു. ഇനി നമ്മൾ എന്നും ചെയ്യുന്നത് പോലെ തന്നെ വെള്ളം ഉപയോഗിച്ച് ചില ഭാഗങ്ങൾ പരത്തിയെടുക്കുന്നു. ഇത് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങളുടെ മനസ്സിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം, ചെയ്യാതിരിക്കാം, അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതും നിങ്ങളുടെ കടമയാണ്. മാറ്റം വരുത്താൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ്. ഇവിടെ വെള്ളത്തിൻ്റെ ആ ഒഴുക്കെല്ലാം കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്ട്രോക്കുകൾ കാണാം. ചില ഭാഗങ്ങൾ വെള്ളം നനച്ചതിന് ശേഷം സ്ട്രോക്കുകൾ വയ്ക്കുന്നുണ്ട്. അതല്ലാതെ ചില ഭാഗങ്ങൾ നേരിട്ടായും ചെയ്യുന്നുണ്ട്. അതെല്ലാം നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വിടുന്നു. നിങ്ങൾ ഇതിനു മുമ്പ് ചെയ്ത, ഞാൻ ചെറിയ ഫിഷുകൾ ചെയ്ത ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ ഫിഷുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫിക്സ് ചെയ്യാൻ നിറയെ. അതെല്ലാം നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം. 2-3 ചിത്രങ്ങളെ, ഞാനിവിടെ ചലഞ്ചിൽ ചെയ്ത 2-3 ചിത്രങ്ങളെ തന്നെ കൂട്ടിച്ചേർത്ത് നിങ്ങൾക്ക് പുതിയൊരു ചിത്രം ഉണ്ടാക്കാൻ കഴിയും. ഇതിലെല്ലാം നിങ്ങൾ ശ്രമിക്കണം. ഇവിടെ കുറച്ചൊന്ന് ബ്ലൂവിനെ പരത്തിയെടുക്കുന്നു. ആ ഒരു തിമിംഗലത്തിൻ്റെ ശരീരത്തിൻ്റെ ഒഴുക്കിനനുസരിച്ചിട്ട് തന്നെയാണ് മറ്റ് സ്ട്രോക്കുകൾ ഞാനിവിടെ പ്ലേസ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം.
അത് ചെയ്തില്ലെങ്കിലും ബുദ്ധിമുട്ടൊന്നുമില്ല. ആ ഒരു ഒഴുക്ക് വരുമ്പോഴാണ് ചിത്രത്തിന് കുറച്ചുകൂടി ചന്തമുണ്ടാകുന്നത് എന്നാണ് പറഞ്ഞത്. ബ്രഷിൻ്റെ തലപ്പ് കൊണ്ട് വളരെ സ്മൂത്തായി ലൈനുകൾ വരയ്ക്കുന്നത് കാണാം. അതേ ബ്രഷ് കൊണ്ട് തന്നെ നമുക്ക് അമർത്തി വലിയ സ്ട്രോക്കുകൾ ഉണ്ടാക്കാനും കഴിയും. ലൈറ്റായി ചെയ്യുന്നു. ഇടയ്ക്ക് കുറച്ച് പുള്ളികളെല്ലാം ഇട്ട് കുറച്ചുകൂടി ആ ഒരു തിമിംഗലത്തിനെ ഷാർപ്പാക്കുന്നു. അൾട്രാമറൈൻ ബ്ലൂ കൊണ്ട് ഡോട്ടുകൾ ഇടുന്നു. നനഞ്ഞിരിക്കുന്ന ഭാഗത്തും ഇടുന്നുണ്ട്. കുറച്ച് പ്രഷ്യൻ ബ്ലൂ എടുത്തും ചെയ്യുന്നുണ്ട്. അൾട്രാമറൈനും പ്രഷ്യൻ ബ്ലൂ മിക്സ് ചെയ്ത് ചെയ്യാം. അക്വാ ഗ്രീൻ ഉപയോഗിച്ചും വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇതെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. ഈ ബ്ലൂ നിറങ്ങളെല്ലാം മാറ്റി നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറത്തിൽ ചെയ്തെടുക്കുകയും ചെയ്യാം. നിങ്ങൾ പരമാവധി ഞാൻ വരയ്ക്കുന്നത് കോപ്പി ചെയ്യാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പുതിയതായി കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കൂ എപ്പോഴും. അതിനൊരു തൃപ്തി ഉണ്ട്. അതിനെയാണ് ശരിക്കും നമ്മൾ ആർട്ട് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ കുറേ കാലം ചെയ്യുമ്പോഴാണ് നമ്മൾ ശരിക്കും ഒരു ആർട്ടിസ്റ്റായി മാറുന്നത്. അല്ലാതെ മറ്റുള്ളവർ ചെയ്യുന്നത് കോപ്പി ചെയ്യുമ്പോഴല്ല. പഠിക്കാൻ വേണ്ടി നമുക്ക് കോപ്പി ചെയ്യാം, ഒരിക്കലും അങ്ങനെ പറയുന്നില്ല. തുടക്കത്തിൽ നമ്മൾ കോപ്പി ചെയ്യുമെങ്കിലും മാറ്റത്തിന് വേണ്ടിയുള്ള ഒരു ത്വര മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ നമ്മളുടെ മനസ്സനുസരിച്ച് നമ്മളെ പുതിയ വഴികളിലേക്ക് കൊണ്ടുപോകും. നല്ല ചിന്തകളും പുതിയ ചിന്തകളും നമ്മുടെ മനസ്സിൽ വരും. അതിനുള്ള പഠനങ്ങൾ നടക്കും. തീർച്ചയായും നിങ്ങൾ മുന്നോട്ട് തന്നെ പോകും. അപ്പോൾ ആ ഒരു ചിന്ത ആദ്യം ഉണ്ടാക്കിയെടുക്കുക. അബ്ദുൽ കലാം പറഞ്ഞതുപോലെ ആദ്യം നമ്മളുടെ മനസ്സിലുള്ള ചിന്തയാണ് ഉണ്ടാവുന്നത്. ആദ്യം സ്വപ്നങ്ങളാണ് ഉണ്ടാവേണ്ടത്. ബാക്കിയെല്ലാം അതിൻ്റെ പുറകെ വരും. ഇവിടെ ചെറിയ റിഗർ ബ്രഷ് എടുത്ത് ഔട്ട്ലൈൻ ഡാർക്ക് ബ്ലൂ കൊണ്ട് ചേർക്കുകയാണ്. തിമിംഗലത്തിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും വേർതിരിക്കുന്ന സെൻറ്റർ ഭാഗം ഇതുപോലെ ചെറിയ ലൈൻ ഉപയോഗിച്ച് ചേർക്കുന്നു. ആ ചിറകിൻ്റെ വക്ക് ഭാഗവും ഔട്ട്ലൈൻ ഇട്ട് ചേർക്കുന്നു. ആ ഔട്ട്ലൈൻ ഇടുന്നത് നമുക്ക് കണ്ടിന്യൂ ചെയ്തു പോവാം. ചിറകിൻ്റെ ഭാഗത്തെല്ലാം കുറച്ച് പുള്ളികളെല്ലാം ഇടുന്നുണ്ട്. തിമിംഗലത്തിൻ്റെ ശരീരത്തിലുള്ള ചെറിയ പുള്ളികളെല്ലാം വരയ്ക്കാൻ ശ്രമിക്കുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് നമുക്കതിൻ്റെ ഡീറ്റെയിലുകൾ ചെയ്യേണ്ടതുണ്ട്. ആ ചെറിയ ലൈൻ അതിൻ്റെ തലഭാഗത്തേക്കും ആ വായയുടെ ഭാഗത്തേക്കും നീട്ടി വരയ്ക്കുന്നു. മുകൾ ഭാഗം വരെ ഡാർക്ക് ബ്ലൂ ആണ് ഉപയോഗിക്കുന്നത്. കുറച്ചുകൂടി അക്വാ ഗ്രീൻ എടുത്ത്, അതായത് പ്രഷ്യൻ ബ്ലൂവും വെർഡൻ ഗ്രീൻ മിക്സ് ചെയ്ത് അക്വാ ഗ്രീൻ എടുത്ത് താഴെയും ചില പുള്ളികളെല്ലാം ഇട്ട് ചേർക്കുന്നു. നിങ്ങൾക്ക് ഇതെല്ലാം ശരിക്കുള്ള ഒരു ഫോട്ടോ നോക്കിയും എല്ലാം പല രീതിയിൽ തന്നെ വരയ്ക്കാം. നിങ്ങൾക്കിഷ്ടമുള്ള കളറുകൾ ഉപയോഗിക്കാം. അതിൽ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം താടിയുടെ താഴ്ഭാഗവും ഒന്ന് ഔട്ട്ലൈൻ ഇട്ട് കാണിക്കുന്നു. ഇതിൽ നമ്മൾ വാട്ടർ കളർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഔട്ട്ലൈൻ ഇടാതെ ചെയ്യുകയാണ് നല്ലത്. അപ്പോഴാണ് അതിന് പെയിൻറ്റിങ് എന്ന ഒരു രൂപം ഉണ്ടാകുന്നത്. മറ്റേത് ഇല്ലസ്ട്രേഷൻ എന്ന രൂപത്തിലേക്കാണ് പോകുന്നത്. പക്ഷേ തുടക്കക്കാർക്ക് ഇങ്ങനെയെല്ലാം ചെയ്യാം. അതെല്ലാം പരീക്ഷിക്കാൻ ശ്രമിക്കുക. ആ ഡാർക്ക് ബ്ലൂ കൊണ്ട് ചില പുള്ളികളെല്ലാം വീണ്ടും ചേർക്കുന്നുണ്ട്. അപ്പുറത്തുള്ള ചിറകിനെ ഡാർക്കായി കാണിക്കുന്നു. അത് മറുപുറത്താണ് എന്ന് കാണിക്കാൻ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. വാലിൻ്റെ ഭാഗം ഒന്നുകൂടി രീതിയിലാക്കുന്നു. ചെറിയ കുറച്ച് ലൈനുകളെല്ലാം ചേർക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചേർക്കണം. ഇവിടെ കണ്ണിൻ്റെ ഭാഗം ജസ്റ്റ് ഒരു യു ഷേപ്പ്, ചെറിയ ഒരു ആർച്ച് വരച്ചതുപോലെ വരച്ചു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചേർക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ചലഞ്ചിൻ്റെ അവസാന പാദത്തിലാണ് നമ്മൾ. അപ്പോൾ ഇനിയുള്ള വീഡിയോകൾ നിങ്ങളുടെ കമൻറ്റുകൾക്കനുസരിച്ച് മാറ്റി ചെയ്യാനാണ് പ്ലാൻ. ഇത്തരത്തിലുള്ള ചലഞ്ചുകൾ ഇനി ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എത്തരത്തിലുള്ള വീഡിയോകളാണ് വേണ്ടത് എന്ന് നിങ്ങൾ പറയുക. തുടക്കക്കാർക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് ഇനി വീഡിയോകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ അതിൻ്റെ കൂടെ വലിയ പെയിൻറ്റിങ്ങുകൾ ചെയ്യുന്ന ടൈം ലാപ്സ് വീഡിയോകളും വരുന്നതാണ്. ഇവിടെ ചെറിയ മീനുകളെ വരയ്ക്കുന്നു. ഡാർക്ക് നിറം കൊണ്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മറ്റ് നിറങ്ങൾ ഉപയോഗിച്ചാൽ കുറച്ചുകൂടി ഇതിനെ ഭംഗിയുള്ളതാക്കാം. ഇതൊരു റിയൽ ടൈം വീഡിയോ ആയിരുന്നു. ഒരിക്കലും ഞാൻ ഇതിൻ്റെ സ്പീഡ് കൂട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. പലപ്പോഴും നമ്മൾ ലെങ്തി വീഡിയോകളുടെ സ്പീഡ് കൂട്ടുമ്പോൾ പലർക്കും അത് മനസ്സിലാക്കാൻ കഴിയാറില്ല എന്ന് പറയാറുണ്ട്. തുടക്കക്കാരാകുമ്പോൾ അത് അത്യാവശ്യമാണ്. പക്ഷേ കുറച്ചൊന്ന് നിങ്ങൾ മുന്നേറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സ്പീഡ് കൂട്ടിയാലും അത് മനസ്സിലാവും. അപ്പോൾ ചുറ്റും കുറച്ച് മീനുകളെ വരയ്ക്കുന്നു. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ചെറിയ കുറച്ച് ഡീറ്റെയിലുകൾ കൂടിയുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. കൂടാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ചെറിയൊരു സഹായം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.